എൻ്റർടൈൻമെൻറ്റിന് മാത്രം വേണ്ടി കാണുക. ഒരു ലോകത്ത് ഒരു സ്ഥലമുണ്ട്, അവിടെ റൂളൊന്നുമില്ലായിരുന്നു. അവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വണ്ടി ഓടിക്കാനും പറ്റും, എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് ആരെങ്കിലും ഒരാളെ കൊല്ലുമ്പോൾ തന്നെ പോലീസും പിടിക്കാറുണ്ട്. നമുക്ക് വണ്ടി ഇടിച്ചാലും എന്തോ ചെയ്താലും പോലീസ് പിടിക്കാറില്ല, പക്ഷെ ഒരാളെ കൊല്ലുമ്പോൾ പോലീസ് പിടിക്കാറുണ്ട്. അന്നേരം സാബുവിൻ്റെ വീട്ടിൽ നിന്ന് 10,000 രൂപ അടിച്ചുകൊണ്ട് പോയി ഒരാൾ. അന്നേരം സാബുവിന് ദേഷ്യം കയറിയിട്ട് സാബു അയാളെ കൊല്ലാൻ വേണ്ടി എയർപോർട്ടിലോട്ട് പോയി. അയാളുടെ വീട് എയർപോർട്ടിലാണ്. സാബുവിന് ഭയങ്കര ദേഷ്യം വന്നു. സാബു അയാളെ കാണുന്നു. സാബു അയാൾ നടക്കുന്ന കൊണ്ട് സാബു അയാളുടെ പിന്നിൽ പോവുകയാണ്. സാബുവിന് അയാളെ കൊന്നേ പറ്റൂ. സാബു ഇവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് ഇറങ്ങി. സാബുവിന് വലിയ വീഴ്ച ഉണ്ടായി, കാലൊടിഞ്ഞു സാബുവിൻ്റെ. സാബു എന്നിട്ടും പുഷപ്പെടുത്ത് എഴുന്നേറ്റു. സാബു കാ ജയ്. എന്നിട്ട് ആ ചേച്ചീനെ കൊല്ലണമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയപ്പോഴാണ് ചേച്ചി വണ്ടി ഇടിച്ച് മറിച്ചെന്ന് പറഞ്ഞ്. ഇവിടെ വണ്ടി ഇടിച്ച് മരിച്ചെന്ന് ഉള്ളവരെ ഒന്നും പറ്റത്തില്ല. പോലീസൊന്നും വണ്ടി ഇടിച്ച് മരിച്ചവരെ അന്വേഷിക്കാൻ വരാറില്ല. നമ്മളൊരാളെ കൊല്ലുമ്പോൾ പോലീസ് അത് അന്വേഷിക്കാൻ വരിക. ഈ സിറ്റിയിൽ അതാണ് റൂൾ. ഈ നായകൻ നമ്മളെ സാബുവാണ്. ഇതൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം കാണുക. എത്ര കഷ്ടപ്പെട്ടാണ് ആ ചേച്ചിനെ കൊന്നത്. ഇനി ഞാൻ എന്താ ചെയ്യും? ഞാൻ ഇനി എവിടെയെങ്കിലും പോവാം, അല്ലെങ്കിൽ എന്നെ പോലീസ് പിടിക്കുകയാണല്ലോ. അയ്യോ, ഞാൻ പോലീസ് സ്റ്റേഷന് മുമ്പിൽ കൂടെ പോയാൽ പോലീസ് എന്നെ കണ്ടു. ഞാൻ ഇനി എൻ്റെ പണ്ടത്തെ വീട്ടിലോട്ട് പോവാം. ആ പണ്ടത്തെ വീട്ടിൽ എനിക്കല്ലാതെ ആർക്കും പോകില്ല. കാരണം ആ പണ്ടത്തെ വീട്ടിൽ ഒരു സുരക്ഷാക്കാരുണ്ട്. അവിടെ ഞാനല്ലാതെ ആര് ചെന്നാലും പെടും. പക്ഷേ ആ പണ്ടത്തെ വീട് മഞ്ഞയുണ്ട്. അവിടെ മഞ്ഞ കളർ ഉടുപ്പിട്ടവർക്ക് വരാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ പണ്ടത്തെ വീട് നിർത്തിയായിരുന്നു. പണ്ടത്തെ വീട് നിർത്തിയിട്ട് ഞാൻ പുതിയ വീട് തുടങ്ങിയായിരുന്നു. പക്ഷേ പുതിയ വീട്ടിൽ പോലീസ് വരും. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം പഴയ വീട്ടിൽ പോവുക. സ്പ്ലെൻഡറൊക്കെ ഉള്ള ആ കാലം ഞാൻ ഓർമ്മയെടുക്കും. ആ സ്പ്ലെൻഡറിന് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഞാൻ 1,00,000 രൂപ കൊടുത്താണ് പുതിയ വീട് വാങ്ങിച്ചത്. ആ കള്ളി ചേച്ചി എൻ്റെ 10,000 രൂപ തട്ടി. അത് എൻ്റെ ഒരു പുതിയ കാറ് മേടിക്കാനായിരുന്നു. പക്ഷെ ആ 10,000 രൂപ കൊണ്ടുവന്ന് കളഞ്ഞു. വണ്ടി ആക്സിഡൻ്റായി. ഈ വണ്ടി ആക്സിഡൻ്റായി. എൻ്റെ വണ്ടിയെല്ലാം പൊളിഞ്ഞു. എനിക്കിനി എൻ്റെ സ്വന്തം വീടിനെ ഓർമ്മിച്ചുകൊണ്ട് പോയാൽ മതി. എൻ്റെ സ്വന്തം വീട്, എൻ്റെ സ്വന്തം വീട്, എൻ്റെ സ്വന്തം വീട്. ഞാൻ അങ്ങോട്ടേക്ക് വരുവാണ് വീട്. എൻ്റെ കാർ എനിക്ക് എൻ്റെ വീട്ടിലെ ഗാരാജിൽ കൊണ്ടുപോയി ശരിയാക്കണം. എൻ്റെ വീടില്ലാതെ എനിക്കൊന്നുമില്ല. എൻ്റെ വീട് വിജയ്. അങ്ങനെ സാബു ഗാരാജിലോട്ട് പോയി. സാബുവിൻ്റെ വീട്ടിലൊരു ഗാരാജുള്ളത് ലോകത്ത് ആർക്കും തന്നെ അറിയത്തില്ലായിരുന്നു. സാബു അകത്തോട്ട് കയറി ഇറങ്ങുകയും ചെയ്തു. എന്നിട്ട് സാബുവിൻ്റെ കാർ നന്നാക്കാൻ തുടങ്ങി. പക്ഷേ ഈ ലോകത്തൊരു പ്രശ്നമുണ്ട്. ഈ ലോകത്ത് മുഴുവനും ഗ്ലിച്ചടിക്കാറുണ്ട്. ആ ഒരു ലോകത്താണ് സാബു വന്ന് പെട്ടത്. സാബുവിൻ്റെ പണ്ടത്തെ വില്ലേജിനെ പറ്റി സാബുവിന് ഓർമ്മ വന്നു. സാബു കരയാൻ തുടങ്ങി. പണ്ടത്തെ വില്ലേജിൽ നിന്നാൽ മതിയായിരുന്നു. ആ വില്ലേജ് ഗ്ലിച്ചില്ല. ഇവിടെ എന്തൊരു ഗ്ലിച്ചാണിത്. എനിക്കിത് ഇഷ്ടമല്ല. ഇതെന്തൊരു ലോകമാണ്. ഇവിടെ ഒരാളെ കൊല്ലുമ്പോൾ തന്നെ പണ്ടത്തേനകത്ത് ഒരാളെ കൊന്നാൽ 10 പേരെ കൊന്നാൽ പോലും പോലീസ് പിടിക്കത്തില്ല. എൻ്റെ പണ്ടത്തെ വില്ലേജ് എനിക്ക് ഓർമ്മ വരികയാണ്. എൻ്റെ പണ്ടത്തെ വില്ലേജ്. അങ്ങനെ സാബു ഗ്ലിച്ചടിച്ച് കാറിൽ കയറി. ഗ്ലിച്ചടിച്ചതിന് ശേഷം സാബുവിന് ഒരു കാര്യം ഓർമ്മ വന്നു. സാബുവിൻ്റെ അമ്മയും ഗ്ലിച്ചടിച്ചാണ് മരിച്ചത്. ഓർമ്മ വന്ന സാബുവിന് ദേഷ്യം മാത്രമായി. സാബുവിന് ഒത്തിരി ദേഷ്യമാണ്. സാബുവിൻ്റെ വണ്ടി ഗ്രീനാക്കി. സാബു കളത്തിലിറങ്ങി അമ്മേനെ കൊന്നവരോട് പ്രതികാരം തീർക്കാൻ പോയി. എൻ്റെ അമ്മേനെ ആരാണ് കൊന്നത് എന്ന് പറഞ്ഞിട്ട് സാബു പോയി. പക്ഷെ ഇപ്പോഴും സാബുവിൻ്റെ ഗ്ലിച്ച് ഇതുവരെ മാറിയിട്ടില്ല. സാബു ഇങ്ങനെ പതുക്കെ ഇറങ്ങിപ്പോയി.
സാബുവിന് ആപ്പാടെ ഒരു ഫോർച്യൂണർ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നിനും അവന് പൈസയില്ല. കാരണം അവൻ ആ ഫോർച്യൂണറിൽ നിന്നൊരു ബൈക്ക് മേടിക്കാൻ വെച്ച 10,000 രൂപ കൊണ്ടുവന്ന് സ്വർണം മേടിച്ചു ആ ചേച്ചി. അതുകൊണ്ട് അവൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൻ പറഞ്ഞു, എനിക്കെൻ്റെ പഴയ വീട്ടിൽ പോകണം, ഞാൻ പോയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ തൊട്ട് GTA 5 പോലെ ഒരു ഗെയിം കളിക്കും. ഈ സിറ്റി തന്നെ ഞാൻ ഒരു ഗെയിം പോലെ ആക്കി മാറ്റും. എന്നിട്ട് ഞാൻ എൻ്റെ അമ്മയൊക്കെ എല്ലാവരെയും അടിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ സാബു പോയി. അങ്ങനെ സാബു അവൻ്റെ അമ്മേനെ കൊന്ന വേറെ വില്ലേജിലേക്ക് എത്തിയാറായി. സാബുവിൻ്റെ പഴയ വില്ലേജിലെത്തി. സാബുവിനെ കൊന്ന ആൾക്കാരെ ഓർമ്മയുണ്ട്. അവർ ഒരു നേഴ്സായിരുന്നു. അങ്ങനെ സാബുവിനെല്ലാം മനസ്സിലായി. സാപ്പാട് ഹോസ്പിറ്റലിൽ ആ നേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി. സാബു അങ്ങോട്ടേക്ക് പോയി. സാബു ഒത്തിരി വിഷമിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനെന്ത് ഇതാണ് ചെയ്തത്? എൻ്റെ അമ്മേനെ എനിക്ക് രക്ഷിക്കായിരുന്നു, പക്ഷെ പറ്റില്ല. ഞാൻ ഇനി ഹോസ്പിറ്റലിൽ പോവും. എൻ്റെ അമ്മേനെ രക്ഷിക്കാൻ അവരൊക്കെ എന്തോത്തിനായിട്ട് അവരെ കൊന്ന്. അങ്ങനെ സാബു പോയി അവസാനം ഹോസ്പിറ്റലിലെത്തി. അവിടെയുള്ള ഏതവനാനും കൊല്ലും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അവൻ തോക്കും മേടിച്ച് അവൻ്റെ പൈസ കൊണ്ട്. അങ്ങനെ അവൻ പറഞ്ഞു, ഹോസ്പിറ്റലിലേക്ക് അവൻ കയറി ചെന്നു. അങ്ങനെ അവൻ പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ കൊന്നത്? അങ്ങനെ അവിടെ വർക്ക് ചെയ്യുന്നവർ റോബോട്ട്സ് മാത്രമാണ്. ആ റോബോട്ട്സ് പറഞ്ഞു, നിൻ്റെ അമ്മേനെ കൊന്നവർ വെളിയിലൊരു സ്ഥലത്താണ്. അവിടം വരെ പോകണമെങ്കിൽ ഒരു പെർമിഷൻ ആവശ്യമുണ്ട്. നീ കാർ ഷോറൂമിലെ കാറെല്ലാം കൊണ്ടുവന്നിടണം. അതാണ് നിൻ്റെ ജോലി. അന്നേരം തനിയെ നീ ആ സ്ഥലത്തോട്ട് പോയിക്കോളും. നിൻ്റെ മാപ്പിൽ തനിയെ ലൊക്കേഷൻ വന്നോളും. ഓക്കെ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ സ്വന്തം സാബു പോകുന്നു. സാബുവിന് വേണ്ടി നിങ്ങളൊരു ലൈക്ക് അടിച്ചേക്കുക. സാബുവിൻ്റെ അമ്മേനെ കൊന്നവരെ സാബുവിന് പിടിക്കാൻ പറ്റും. നിങ്ങൾ വിചാരിച്ചാൽ പിടിക്കാൻ പറ്റും. നിങ്ങളൊരു ലൈക്ക് അടിക്കുക സാബുവിന് വേണ്ടി. വർഷങ്ങളായിട്ട് ആ ഹോസ്പിറ്റൽ ഒരു ബ്രാൻഡ് ഹോസ്പിറ്റലായിരുന്നു. ആ ഹോസ്പിറ്റലിൽ എന്ത് വന്നാലും അവിടെ റോബോട്ട് മാത്രമായിരുന്നു. ആ ഹോസ്പിറ്റലിൽ ബാൻ ചെയ്തു. റോബോട്ട് ഡോക്ടർ ഒന്നും ആ ഹോസ്പിറ്റലിൽ നല്ലപോലെ വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ അതൊരു റോബോട്ടായിരുന്നു. റോബോട്ട് മനുഷ്യനായിരുന്നു അത്. ആ അമ്മേനെ കൊന്ന ആ റോബോട്ട് മനുഷ്യൻ അവിടെ വർക്ക് ചെയ്തതാണ്. ആ ബാൻ ചെയ്തപ്പം ദേഷ്യം കയറി. അമ്മ അന്നേരം അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നു. അമ്മയാണ് എല്ലാത്തിനെയും കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ബാൻ ചെയ്യിപ്പിച്ചത്. ഇതുവരെ ഒരു ആളെ പോലും രക്ഷിച്ചില്ല ആ ഹോസ്പിറ്റൽ. പറഞ്ഞിട്ട് അമ്മ അത് ബാൻ ചെയ്യിപ്പിച്ചു. അതിൻ്റെ ദേഷ്യത്തിൽ ആ റോബോട്ട് അമ്മേനെ കൊന്നതാണ്. അന്നേരം സാബു ഭയങ്കര ദേഷ്യം കയറി. സാബു അന്നേരം അവിടെ ഉണ്ടായിരുന്നു. സാബു അത് കാണുകയും ചെയ്തു. പക്ഷെ അന്നേരം സാബുവിന് 3 വയസ്സ് മാത്രമേ ഉള്ളായിരുന്നു. സാബു അന്നേരം കരഞ്ഞ് അച്ഛനെ വിളിച്ച് പറഞ്ഞു. അച്ഛൻ അന്നേരം ആ റോബോട്ട് അച്ഛൻ്റെ സ്ഥലത്തുണ്ടായിരുന്നു. അച്ഛനെ കൊല്ലാൻ വേണ്ടി പോയതാണ്. അച്ഛൻ ഭാഗ്യത്തിൽ രക്ഷപ്പെട്ട് ഒളിഞ്ഞ് ജീവിക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കി സാബു ഇനി തന്ന ജോലി സാബു കംപ്ലീറ്റ് ആക്കാമെന്ന് പറഞ്ഞു. സാബു അങ്ങനെ പോയി. സാബു മാസ് എൻട്രിയിൽ കാർ പാർക്ക് ചെയ്ത് വെളിയിറങ്ങി. എന്നിട്ട് സാബു ആ ജോലി തീർക്കാൻ വേണ്ടിയിട്ട് സാബുവിൻ്റെ എല്ലാ പൈസയും കളഞ്ഞു. അതിന് വേണ്ടി സാബു ചെലവഴിച്ച ഒത്തിരി പൈസ. അതിന് വേണ്ടി നിങ്ങളൊരു ലൈക്ക് അടിക്കുക. അങ്ങനെ സാബു അതിനകത്ത് കാറിട്ടിട്ട് ഇനി ആ ലൊക്കേഷൻ മാപ്പിൽ വന്നിട്ടുണ്ട്. അങ്ങനെ സാബു പക്ഷേ എൻ്റെ അമ്മേനെ കൊന്ന ആരാണ്? അവരെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് സാബു പോയി. എന്നിട്ട് സാബുവിന് വേണ്ടി നിങ്ങളൊരു ലൈക്ക് അടിക്കൂ. സാബു ഇത്രയും പാവമായിരുന്നു. സാബു ആരെയും കൊല്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ സാബുവിൻ്റെ 10,000 രൂപ മോഷ്ടിച്ചു ആരോ. അതുകൊണ്ടാണ് സാബു ഇങ്ങനെ ചെയ്തത്. ഇനി സാബു അങ്ങോട്ടേക്ക് പോവുകയാണ്. സാബു ഇനി കട്ടക്കലിപ്പായി. ഇനി അമ്മേനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് സാബു പോയി. അതാണ് മനസ്സിലായ ആ റോബോട്ട് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അല്ല,
പക്ഷെ മറ്റേ ഇല്ല CCTV റോബോട്ട് പറഞ്ഞിരുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്. അവന് ദേഷ്യം കയറി അവൻ ഭയങ്കര താഴ്ത്തു പോയി. അവൻ അങ്ങനെ ഒത്തിരി ദേഷ്യം വന്നു. അവന് ചിന്തിക്കുകയാണ്, ഞാൻ എന്തൊരു പണിയെ കാണിച്ച, ഞാൻ ആ റോബോട്ടിൻ്റെ ബാക്കിയൊക്കെ നനഞ്ഞു, ഇനി ഒരിക്കൽ ഞാൻ ആ റോബോട്ടിനെ അടിച്ചിടും, എൻ്റെ അമ്മേനെ അത് രസിച്ചിട്ട്. അങ്ങനെ പറഞ്ഞു. ആ റോബോട്ടിനെ കൊല്ലുമ്പോൾ അച്ഛനും അമ്മയെ രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ട് നമ്മളെ സ്വന്തം നായകനായ സാബു പോവുകയാണ്. സാബുവിന് വേണ്ടി നിങ്ങളൊരു ലൈക്ക് അടിക്കുക. അങ്ങനെ സാബു പോയി അയാളെ കണ്ടുപിടിക്കാറായി. ഈ അവൻ്റെ സിറ്റിയിൽ ഒരു പ്രത്യേകതയുണ്ട്. കൂടുതലും റോബോട്ടാണ്, കൂടുതലും മനുഷ്യരുമാണ്. അവൻ്റെ അമ്മ ഒരു പ്രസിഡൻ്റ് ആയതുകൊണ്ടാണ് അവൻ നാട്ടിൽ നിന്നുള്ള കുറച്ച് മനുഷ്യരെ ഇവിടെ വിട്ടത്. കാരണം റോബോട്ട് മാത്രമായിട്ട് എല്ലാം റോബോട്ട് പൊല്യൂഷനെല്ലാം ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ സാബു കരഞ്ഞുകൊണ്ട് പോയി, ആരെയും കണ്ടില്ല. അങ്ങനെ സാബുവിന് ഒത്തിരി വിഷമമായി. സാബുവിന് അമ്മേനെ കൊന്നേരം കണ്ടുപിടിക്കാനും പറ്റിയില്ല. സാബു കൊണ്ട് ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിട്ട് ഒത്തിരി ദിവസം അവിടെ കിടന്നലഞ്ഞു. എന്നിട്ടും ആരും കണ്ടില്ല സാബുവിന് നേരം മനസ്സിലായി, ഞാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ലെന്ന്. പാർട്ട് 2 വരുന്നതായിരിക്കും.